400 കോടിയോളം ഞങ്ങൾ നിക്ഷേപമുണ്ട്. അവര് ഞങ്ങളുടെ നിക്ഷേപകരെ മാത്രമാണ് അവര് എന്താ പറയാ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഒരു വർഷമായിട്ട് അവര് കുറെ പേര് ഇപ്പൊ 155 കോടിയാണ് ഇപ്പോഴത്തെ 2026 നഷ്ടം. അവരിപ്പോ ഫോറൻസിക് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറെ ഫയൽ കള്ളത്തരം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിപ്പോർട്ട് ചോദിച്ചു നടക്കുകയാണ്. അടിമുടി അഴിമതിയാണ്. ഒന്ന് 10 വയസ്സില്ല, ബാങ്ക് പ്രസിഡന്റില്ല, ഡയറക്ടർമാർക്കില്ല, സ്റ്റാഫിനില്ല. ബാങ്ക് ഡയറക്ടർമാർക്കില്ല, സ്റ്റാഫിനില്ല. ബിഷപ്പ് ഹൗസിന്റെ 19 കോടി രൂപയുണ്ട്. അവിടെ പാർട്ടി പറഞ്ഞ ആരും കേൾക്കില്ല. മഹാത്മാഗാന്ധിനെ വരെ പുച്ഛമുള്ള ഒരാളാണ് അയാൾ. ഇന്നലെ ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങളെ മൈക്ക് സാങ്ഷൻ കിട്ടിയിട്ട് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് അവൻ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് ഞങ്ങളെ അവിടെ ഓടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ അത്രയും ധാർഷ്ട്യം അധികാരം ഉപയോഗിച്ചിട്ട് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് തന്നെ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളൂ. നാടും നഗരവും നമ്മുടെ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ആഘോഷത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞാൻ കണ്ട കുറേ മുഖങ്ങൾ, അവരെൻ്റെ മുഖത്ത് നോക്കി ശബ്ദിക്കാൻ പോലും പറ്റാതെ, കരയാൻ പോലും പറ്റാതെ, ഒരു വാക്ക് പോലും ഉരിയാടാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പേരുടെ ചിത്രങ്ങളാണ് ഓടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു വല്യമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ ആ വല്യമ്മയുടെ ബൈറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം, മോനെ 500 രൂപ ഉണ്ടാവുമെന്നു. ആ വല്യമ്മയ്ക്ക് 2 നില വീടും അവരുടെ ഭർത്താവിൻ്റെ ജോലി കഴിഞ്ഞ് കിട്ടിയ വലിയ തുകയും ഒക്കെ തന്നെ വിശ്വസ്തതയുടെ പേരിൽ നിക്ഷേപിച്ച ബാങ്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് 500 രൂപയുണ്ടോന്ന്. അങ്ങനെ ഒരുപാട് പേര്, ക്യാൻസർ രോഗം വന്ന് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ കൈനീട്ടാനായിട്ട് അഭിമാനം എന്ന് പറയുന്നൊരു മതിലടക്കിണ്ടായിരുന്നു. ആ അഭിമാനം എന്ന് പറയുന്ന മതിലും മറികടക്കുകയാണ് അവർ ഗത്യന്തരമില്ലാതെ. പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുട നാട്ടിൽ കരഞ്ഞ് കട്ടിലിൽ തലവെച്ച് കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന തലയിണക്കി കണ്ണീര് ചുമക്കാൻ പോലും പറ്റാതെ വരുന്ന അത്രയേറെ കണ്ണീര് ചുമന്നുകൊണ്ട് കട്ടിലുകളിലെ കിടക്കയിന്മേൽ തലയിണകൾ എണ്ണം വർദ്ധിക്കുകയാണ്. മഹാദുരന്തമായിട്ട് മാറില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള കുറേ പേരുടെ ചിത്രങ്ങളാണ് ഈ ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് പോകുന്നത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ ഏകദേശം 7000-ഓളം നിക്ഷേപകരുടെയും അവരുടെ ഒരു 10-35,000-ഓളം വരുന്ന കുടുംബാംഗങ്ങളും എവിടെ ചെന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കണമെന്ന് യാചിക്കുകയാണ്. സങ്കട ഹർജികളും പരാതികളും എഴുതി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ജനകീയനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെ കൂടി കാണാം. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സംരക്ഷണ സമിതി അങ്ങനെ ഒരു കൂട്ടായ്മ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അവർ പരാതിയുമായി തങ്ങൾക്ക് പറയാനുള്ളത് കേരള മുഖ്യമന്ത്രിയുടെ സമക്ഷം സമർപ്പിക്കാൻ വേണ്ടി അവരിന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചെന്നു. പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അമ്പരന്ന് പോയി. നിങ്ങളെക്കാൾ കൂടുതൽ ഞാനിത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംഭവങ്ങൾ പലതും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 400 കോടിയിൽ മേലെ രൂപയാണ് മുഖ്യമന്ത്രി ഞങ്ങളുടെ പെട്ട് കിടക്കുന്നത്. അവിടെ ആ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും പറയാനുള്ള വാക്കുകൾ എങ്ങനെ പറയണമെന്നറിയാതെ കിടന്ന് പരതുകയാണ്. വളരെ ദയനീയമായിട്ടുള്ളൊരു സ്ഥിതി. എന്തായിരുന്നാലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് ഇരിഞ്ഞാലക്കുടയിലെ ഈ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി അറിയാം. നമുക്ക് നോക്കാം, നമുക്ക് കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം എന്നൊരു സമാശ്വാസ വാക്ക് നിക്ഷേപകരുടെ ഹൃദയങ്ങളിൽ അത് ഉണ്ടാക്കിയ ചലനം അത് വളരെ വലുതാണ്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ അവർ കൊണ്ടുവന്ന പരാതിയെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടത്. ഇന്ന് കാലത്ത് ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോൾ ഈ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരുടെ കൂട്ടായ്മയും അതിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളും അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കരയും സംസ്ഥാനത്തിലെ ചില കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ജനകീയനായിട്ടുള്ള ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ ഒരു ആശ്വസിപ്പിക്കാതിരിക്കില്ല, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുമെന്ന്. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നെ ബിഷപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ, എനിക്കറിയാം ഈ വിഷയത്തെപ്പറ്റി, നമുക്ക് നോക്കാം. അതിനിടയിൽ ആന്റണി തെക്കേക്കര വളരെ രസകരമായൊരു കാര്യം പറഞ്ഞു. ഈ ബാങ്കിനെ ഇതുപോലെ ആക്കിയ ചില വ്യക്തികൾക്ക് മഹാത്മാഗാന്ധിയെ വരെ പുച്ഛമാണ്.
ആര് പറഞ്ഞാലും ഒരാളും കേൾക്കില്ല. അപ്പോൾ അവിടെ നിന്നൊരാൾ പറയാണ് മുഖ്യമന്ത്രിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടെന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചിരിയിലൂടെ അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തെ ഉൾക്കൊള്ളുകയാണ്. അതിനുശേഷം പറഞ്ഞ വാക്കാണ് ഏറ്റവും രസകരം. എനിക്കിത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജനകീയനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം വേണ്ടത്ര രീതിയിൽ ഇടപെടൽ നടത്താമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര ഈ വിഷയത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അവസാന നിമിഷം മൈക്ക് സാങ്ഷൻ നിഷേധിച്ചത് മുതൽ, അതും കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളാണ് അവർക്ക് മൈക്ക് സാങ്ഷൻ നിഷേധിച്ചത്. അവർക്ക് മൈക്ക് സാങ്ഷൻ നിഷേധിച്ചു. ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരുപാട് നിക്ഷേപകർ ഇതിൽ പണം കൊണ്ട് ചിലരുടെയൊക്കെ വിശ്വസിച്ച് കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഈ ബാങ്കിനെ വേറെ ചില സ്ഥാപനങ്ങൾ കൂടെ തുടങ്ങി ഇത് നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ അവരെ വരച്ച് കാണിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വന്നപ്പോൾ തങ്ങൾ നിക്ഷേപിച്ച ബാങ്കിൻ്റെ ഉള്ളിൽ പോലും മൈക്ക് സാങ്ഷൻ നിഷേധിച്ച കാര്യം ആന്റണി തെക്കേക്കര പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞു. എന്തായിരുന്നാലും ഇരിഞ്ഞാലക്കുടയിലെ നിക്ഷേപകരുടെ ഈ നീറുന്ന പ്രശ്നങ്ങൾ അത് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പക്കലേക്ക് പരാതിയായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ വിഷയം കൃത്യമായി തന്നെ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി കൃത്യമായി കാര്യങ്ങൾ അറിയിക്കാമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി. ഈ വിഷയം അതിഗൗരവമായി സങ്കീർണമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഏത് പ്രദേശത്തായാലും ഒരു നഗരപിതാവ് എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ദുരിതങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ ഇടപെടാനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജനകീയ ഭരണാധികാരിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾ. അയാൾ എവിടെയാണ്? ഇതിൽ നമ്മുടെ രൂപതയുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പണമുണ്ട്, കത്തീഡ്രലിൻ്റെ പണമുണ്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പള്ളികളുടെ, മോസ്കുകളുടെ, ക്ഷേത്രങ്ങളുടെ, നിരവധിയായിട്ടുള്ള സഹകരണ ബാങ്കുകളുടെ പണം ഇതിലുണ്ട്. ഇത് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു നിസ്സാര സംഭവം മാത്രമല്ല. പല സഹകരണ ബാങ്കുകളും ഈ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്, ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ. ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ഇതത് പ്രദേശത്തെ ആളുകളെയും ബാധിക്കും. അങ്ങനെ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നമാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാതെ ഈ 35,000-ഓളം വരുന്ന കുടുംബാംഗങ്ങളുടെ 7,000-ഓളം വരുന്ന ഈ ഇരിഞ്ഞാലക്കുടയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിക്ഷേപകരുടെ ഈ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണോ നഗരപിതാവായിട്ടിരിക്കുന്നത്? ഇയാൾ എന്തിനാണ് നഗരപിതാവായിട്ടിരിക്കുന്നത്? ഇയാൾ രാജിവെച്ച് പോകണം. ഇരിഞ്ഞാലക്കുടയിലെ ജനം ഈ സംഭവങ്ങൾ തിരിച്ചറിയണം. ഒരിക്കൽ പോലും ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ ഈ നിക്ഷേപകരെ കാണാനോ ഈ നഗരപിതാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ബാങ്കിനെ നയിച്ച് ഈ സ്ഥിതിയിലേക്കാക്കി ഇപ്പോൾ നഗരപിതാവായി വിരാജിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരക്ഷരം പോലും ഈ നിക്ഷേപകരോട് ഇടപെടാനോ മറ്റു കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കവിത ഓർമ്മ വരികയാണ്. റേഷൻ വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധി, കൂറ്റൻ കാറിലേറി പായുന്നു ഗോഡ്സെ. ഇരിഞ്ഞാലക്കുടയിലെ ഗീബൽസിനെ പോലെ നുണ പറയുന്ന ഗോഡ്സെ ആരാണെന്ന് ഇരിഞ്ഞാലക്കുടയിലെ ജനം മനസ്സിലാക്കണം. ഈ പറയുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പാനും അവരുടെ ദുരിതങ്ങളിലും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാതെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്കെതിരെ എന്തു വന്നാലും നുണകളുടെ പത്രസമ്മേളനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഈ നിക്ഷേപകരെ വീണ്ടും ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഈ പറയുന്ന ഗീബൽസുമാരെയും അഭിനവ ഗോഡ്സെമാരെയും തിരിച്ചറിയണം. ആദരണീയനായ മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വിഷയങ്ങളൊക്കെ ബിഷപ്പിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ബിഷപ്പിനെ അറിയാം ഈ വിഷയം. കാരണം എന്താ? അദ്ദേഹത്തിന് അറിയാം ഈ ജനങ്ങളുടെ വിഷമം. പണമെടുക്കാൻ പറ്റാതെ എത്രയെത്ര സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അതുപോലെ ഓരോ മതവിഭാഗങ്ങളുടെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ബാങ്കിൻ്റെ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരവധിയായ ബ്രാഞ്ചുകളിലെ ആളുകളുടെ സ്ഥിതി ഇതല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. അവരുടെയൊക്കെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. ആദരണീയനായ ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വൈദികരും എല്ലാം തന്നെ ഈ വിഷമം മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട നഗരപിതാവേ, അങ്ങയുടെ കുപ്പായത്തിന് ജനകീയ മണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഒരു നഗരപിതാവ് എന്ന് പറയുമ്പോൾ ഒരു ഇടയൻ കൂടിയാണ്. അങ്ങേക്ക് ഇടയൻ്റെ മണമല്ല, ആടുകളുടെ മണമല്ല, ജനകീയ മണമല്ല, അങ്ങേക്ക് ചെന്നായയുടെ മണമാണ്. ആ മണമുള്ള കുപ്പായമിട്ട് ഇനി ഇരിഞ്ഞാലക്കുടയിലെ അധികാര കേന്ദ്രങ്ങളിൽ വിരാജിക്കാൻ അങ്ങ് എന്തിനാണ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ആ നിക്ഷേപകരുടെ ഈ കണ്ണീരൊപ്പാൻ പണമില്ലാതെ, ചികിത്സയ്ക്ക് പണമില്ലാതെ 500 രൂപ പോലും തെണ്ടുന്ന ലക്ഷങ്ങൾ കൊണ്ടിട്ടിരിക്കുന്ന നിക്ഷേപത്തിന് മുന്നിലിരുന്ന് 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടുന്ന ഈ നിക്ഷേപകർ, നിങ്ങൾക്ക് നാണമാവില്ലേ മിസ്റ്റർ? അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഈ നിക്ഷേപകർ അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അവരുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണ്? അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. ഇരിഞ്ഞാലക്കുടയിലെ MLA എവിടെയാണ്? ഈ വിഷയത്തിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടോ? എന്താണ് അദ്ദേഹം ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നത്? വളരെ ദുഃഖകരമായിട്ടുള്ളൊരു, ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി 7,000-ഓളം നിക്ഷേപകരുടെയും 35,000-ഓളം കുടുംബാംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ നീറുന്ന പരാതി. ആ പരാതി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. പഠിപ്പ് മുടങ്ങിയവർ, രോഗാതുരരായി കിടക്കുന്നവർക്ക് ചികിത്സിക്കാൻ പറ്റാതിരിക്കുന്നവർ, വിദേശത്തേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നവർ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി പാതി വഴിയിലായിട്ട് നിൽക്കുന്നവർ, അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇതൊക്കെ കെടുകാര്യസ്ഥതയിൽ നിന്നുകൊണ്ട് വായ്പ കൊടുത്തും മതിപ്പില്ലാത്ത ഭൂമിക്ക് അനധികൃതമായി പണം കൊടുത്തും ഈ ബാങ്കിനെ ഈ രീതിയിലാക്കിയവർക്ക് യാതൊരുവിധ സംഭവമില്ല. കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ വലിയ സത്വരമായ ഇടപെടൽ നടത്തിയ ആ ബാങ്കിൽ നടന്ന വിഷയങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല.
ആ വിഷയത്തിൽ പ്രതികരിച്ച ആളുകളൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല. എന്താണാവോ ഇപ്പോൾ ഈ ബാങ്കിനും നയിച്ച് ഈ ഭരണസമിതിയെ നയിച്ച് ഈ രീതിയിലാക്കിയ ആളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് എന്നുള്ളതുകൊണ്ടാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. വിഷയങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ ജനകീയനായ മുഖ്യമന്ത്രിയെ കാണാനും പരാതി സമർപ്പിക്കാനും നിക്ഷേപകർക്ക് സാധിച്ചു. അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ മറുപടി നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.